പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 27 തിങ്കളാഴ്ച. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ പ്രാർത്ഥന നമ്മുടെ ദേശത്ത് ചൂട് കൂടുകയും വിഷജന്തുക്കളൊക്കെ കുഞ്ഞുങ്ങൾ വരെ കൊത്തിക്കൊല്ലണവരെ വളരെ ദുരിതപൂർണവും, പിന്നെ നമ്മുടെ ദുരന്തങ്ങളില്ലേ, അതായത് കൃപാസന മാതാവ് 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അപ്പം ചില ദുരന്തങ്ങൾ നമുക്ക് നിവാരണം ചെയ്യണമെന്നും പറ്റത്തില്ല, പ്രാർത്ഥിച്ചാണ്, ദൈവമാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഈ പടക്ക ദുരന്തമില്ലേ, എത്ര 15 പേരല്ലേ മരിച്ചു പോയത്. അതൊക്കെ ഒരു ഓർത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ മിണ്ടാൻ പറ്റില്ല കുറച്ച് നേരത്തെ. ആ കുടുംബത്തിൻ്റെ അനാഥത്വവും, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആളിനെ പകരം കാശുണ്ടായിട്ട് കാര്യമില്ല. ആൾ തന്നെയാണ് ശരിക്കും. അത് പോകുമ്പോൾ നമ്മൾ അറിയത്തുള്ളൂ. അപ്പോൾ ഉള്ളവർ ദൈവത്തിനെ ഒപ്പിച്ച് ജീവിക്കുകയും എളിമപ്പെട്ട് ജീവിക്കുകയും നമ്മുടെ നാടിൻ്റെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നാട് രക്ഷപ്പെടണം. ചൂട് എല്ലായിടത്തും ചൂടായി. ഇപ്പം സൂര്യാഘാതം കുഴഞ്ഞു വീണും മരിക്കുന്നവരും, അന്തരീക്ഷത്തെ കർത്താവിൻ്റെ ദർശനം സമർപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ദേശത്തെ അങ്ങ് ഞങ്ങൾക്ക് പാർക്കാനിടം തന്ന ദേശത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ താപനിലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനെ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഭാവമാറ്റങ്ങളെ, അതിൻ്റെ വ്യതിചലങ്ങളെ നിയന്ത്രിക്കുകയും കരുത്തു പോകുന്നവനെ, കടലിനെ ശാസിച്ചുകൊണ്ട് കാറ്റിനോട് അടങ്ങാൻ കൽപ്പിച്ചവനെ, ഈ ചൂടിനോട് നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചൂടിൻ്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും മരങ്ങൾക്ക് പോലും ബാധിക്കാതെ ഞങ്ങൾക്കിവിടെ ജീവിത സൗഹൃദമുള്ള ചുറ്റുപാടുകളെ അങ്ങ് പുനഃക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിചാരിതവും ആകസ്മികമായ അപകടങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങൾ, അതെല്ലാം അങ്ങയുടെ മക്കളെ അങ്ങ് പരിപൂർണമായി സംരക്ഷിക്കണമെന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേട് നൽകിയവനെ, ഊമ്പന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യപ്പെടുത്തിയവനെ, തളർവാരോഗ്യപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവെ, നിൻ്റെ തിരുനാമം സ്തുതി പറയുന്നു. ഈ പ്രാർത്ഥന ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്വസിക്കുകയും സൗഖ്യമാകുകയും ചെയ്യട്ടെ. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, കർത്താവെ, പരസ്പര സ്നേഹമില്ലാതെ കഴിയുന്നവർ, ജീവിതം തന്നെ ഭാരമായി തോന്നുന്നവർ, മനസ്സിന് നിരാശ ജീവിക്കുന്നവർ, തൊഴിൽഭാരമില്ലാത്തവർ, തൊഴിൽഭാരത്തോടെ ജീവിക്കുന്നവർ, കർത്താവെ, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ, അവർക്ക് ഇന്ന് 12 മണിക്കൊണ്ട് തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. കർത്താവെ, ജീവിത മാർഗങ്ങൾ അറ്റുപോയവർ, മുട്ടിപ്പോയവർ, സാമ്പത്തിക ബാധ്യതകളായും ജീവന നടപടികളായും ഭീഷണീയമായ സാഹചര്യം ജീവിക്കുന്നവർ, കർത്താവെ, മക്കളില്ലാത്തവർ, കർത്താവെ, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ആ ലക്ഷ്യം നേടാൻ വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിച്ചും ഉടമ്പടി ചെയ്തും ഉടമ്പടി കാര്യങ്ങൾ നിർവഹിച്ചുമൊക്കെ ജീവിച്ചു പോകുന്നവർ, കർത്താവെ, അവരെല്ലാം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ യാത്രക്കാരെ ആശീർവദിക്കുന്നു, ഇൻ്റർവ്യൂ ഉള്ളവരെ ആശീർവദിക്കുന്നു, പരീക്ഷക്കാരെ ആശീർവദിക്കുന്നു, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശീർവദിക്കുന്നു. ഉന്നതമായ റിസൾട്ടിനാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉപരിപഠനത്തിനും ഉപരിജോലിക്കും ഉപരിയാത്രയ്ക്കും വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിന്നെ വർഷിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ.